ചോറിന് മാത്രമല്ല, നമ്മൾ ഉണ്ടാക്കുന്ന അപ്പം, ചപ്പാത്തി, ഇടിയപ്പം, അങ്ങനെ എല്ലാറ്റിനും നമുക്ക് പറ്റുന്ന ഒരു മുട്ടക്കറി ആയാലോ. മുട്ട വേവിച്ച് വെച്ചിട്ടുണ്ട്, പുളി കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. വേണ്ടത് തക്കാളി, ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇവ മാറ്റി വയ്ക്കണം. എന്നിപ്പം നമുക്ക് ഒരു സവാള, ഒരു അത്യാവശ്യം വലുപ്പമുള്ളൊരു സവാള അരിഞ്ഞു വയ്ക്കാം. ചട്ടി ചൂടാകുമ്പോൾ നമുക്ക് അത്യാവശ്യം ചെറിയ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ വെളിച്ചെണ്ണയായാൽ കുറച്ചുകൂടി നന്നാവും, രണ്ടായാലും കുഴപ്പമില്ല. അപ്പോൾ വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ചിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുക. ആദ്യം തക്കാളി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുത്തത് മാറ്റി വയ്ക്കുക. അതിനുശേഷം ആ എണ്ണയിൽ തന്നെ നമ്മൾ നമ്മുടെ അരിഞ്ഞ് തൊലിച്ചും ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മറ്റ് ഐറ്റംസ് ഒക്കെ ഇട്ട് കൊടുക്കുക. അതായത് ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി തുടങ്ങിയവ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇവ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ നമ്മൾ തക്കാളി ആദ്യം വഴറ്റി മാറ്റി വെച്ചല്ലോ, അതേപോലെ തന്നെ ഇതും സെപ്പറേറ്റ് വഴറ്റിയിട്ട് മാറ്റി വയ്ക്കണം. അതിൻ്റെ ഒപ്പം നമ്മൾ പൊടികൾ ആഡ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണുള്ളത് നമുക്ക് വഴിയേ പറയാം. അപ്പോൾ ചെറിയുള്ളി നമുക്ക് കുറച്ച് കൂടുതൽ എടുക്കുന്നതുകൊണ്ട് ഈ കറിക്ക് കുറച്ച് കട്ടിയും നല്ല ടേസ്റ്റും ഉണ്ടാവും. അതേപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി നമ്മളിങ്ങനെ അടക്കുകയാണ്. അതിനുശേഷം നമുക്ക് പൊടി ഇട്ട് കൊടുക്കുക. മുളക് പൊടി ഇട്ട് കൊടുത്തിരിക്കുന്നത്, മുളക് പൊടി നമ്മൾ 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. നമ്മൾ എരിവില്ലാത്ത മുളക് പൊടിയാണ്, അതുകൊണ്ട് 2 സ്പൂണ്. അതേപോലെ തന്നെ മല്ലിപ്പൊടി 2 സ്പൂണ് ഇത്ര ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ അപ്പം തന്നെ സ്റ്റവ് ഓഫ് ആക്കി കൊടുക്കുക. അതിന് ആ ചൂടിൽ തന്നെ അതൊന്ന് വെന്ത് കിട്ടിയാൽ മതി. അതായത് അതിൻ്റെ പച്ചമണം മാറി കിട്ടിയാൽ മതി. സ്റ്റവ് ഓഫ് ആക്കിയ ശേഷം നമ്മൾക്ക് അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ മാറ്റി വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കുക. ഇത് നന്നായി ചൂടോടുകൂടി തന്നെ ഈ പൊടികളൊക്കെ വഴറ്റിയ ശേഷം നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളിനൊപ്പം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട തേങ്ങ ഇട്ട് കൊടുക്കണം. നമ്മൾ തേങ്ങ ചിരവിയിട്ടുണ്ടെങ്കിൽ ചിരവി മാറ്റി വെച്ച തേങ്ങ ഒരു 3-4 സ്പൂൺ തേങ്ങ. നമ്മളിതെല്ലാം കൂടെ അരയ്ക്കുന്ന ഒരുപാട് കട്ടി ഉണ്ടാവും കറിക്ക്. അതുകൊണ്ട് തന്നെ തേങ്ങ അത്യാവശ്യം കുറച്ചിട്ടാൽ മതി, ഒരുപാടൊന്നും വേണ്ട. അതുപോലെ തന്നെ ആ പൊടീൻ്റെ ആ ചൂടിൽ തന്നെ പൊടികൾ നന്നായിട്ട് വാട്ടിയെടുക്കുക. വാട്ടിയെടുക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ പച്ചമുളക് നന്നായിട്ട് മാറിക്കിട്ടും. അതിലേക്ക് ഒരു 3 സ്പൂണോ അല്ലെങ്കിൽ 4 സ്പൂണോ നമ്മുടെ തേങ്ങ ഇട്ട് കൊടുക്കുക. ഇത്രയും മതി തേങ്ങ. ഇതും ആ ചൂട്ടിൽ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഇത്രയും മതി. ഇനുള്ള തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് അരച്ചെടുക്കാം. മഷി പോലെ നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം. ഇനി നമുക്കിതിൽ കുറച്ച് എണ്ണ ഒഴിച്ചെടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഉലുവ ഇട്ട് കൊടുക്കുകയാണ്. ഉലുവയും കടുകും പൊട്ടട്ടെ. അപ്പം ഈ കറി ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും നല്ല ടേസ്റ്റാണ്. ചോറിന് അപ്പം അടിപൊളിയാണ്. ഇനിയിപ്പോൾ ചപ്പാത്തി ആണെങ്കിലും പൂരി ആണെങ്കിലും ഇടിയപ്പം ആണെങ്കിലും അപ്പം ആണെങ്കിലും എല്ലായിട്ടും ഇത് അടിപൊളി കോമ്പിനേഷനുള്ള മുട്ടക്കറിയാണ്. അപ്പം ഇതിലേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. സവാള ഇതെല്ലാം നമുക്ക് ചുവന്ന കളർ ആവുന്ന വരെ വഴറ്റണ്ട, ലൈറ്റ് ആയിട്ടൊന്ന് വഴറ്റി കിട്ടിയാൽ മതി. അതിലേക്ക് ജസ്റ്റ് വഴറ്റി കൊടുക്കുക. വഴറ്റി കൊടുത്ത ശേഷം നമുക്ക് കറിവേപ്പില ഉണ്ടെങ്കിൽ ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ചെറിയ സമയം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ്. ഈ വഴറ്റി വരുന്നത് കുറച്ച് സമയം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. നല്ല എന്താ പറയുക, അസാധ്യ ടേസ്റ്റാണ് ഈ മുട്ടക്കറിക്ക്. പുളിയൊക്കെ ഒഴിച്ചുണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം നല്ല വായിക്ക് ചൊടിപ്പൊക്കെ കിട്ടുന്ന ഒരു കറിയാണ്. ഇതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് ഇട്ടോ, നമ്മൾ ഓൾറെഡി വഴറ്റിട്ടുണ്ട്, അതുകൊണ്ട് ഇത്തിരി ഇട്ട് കൊടുത്താൽ മതി. ഒരു 1/2 സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഒരു മണത്തിന് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിലേക്ക് നമ്മൾ ഈ പച്ചമുളക് ഒന്ന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ പച്ചക്കിടുന്നുണ്ട്, ജസ്റ്റ് പച്ചമണം മാറുന്നതിനൊന്ന് വഴറ്റി കൊടുക്കണം. അതിലേക്ക് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുക. അത് നല്ലൊരു മണം കിട്ടാനാണ്. നമുക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കറിവേപ്പിലേക്ക് ഇട്ട് നന്നായി വഴറ്റുമ്പോൾ അതിൻ്റെ മണം അല്ലെ പ്രത്യേക മണമാണത്. അപ്പോൾ അതും വഴറ്റി കൊടുക്കുക. നമ്മൾ എന്താ പറയുക, ഞാൻ ചോറ് ഉണ്ടാക്കുമ്പോൾ എനിക്ക് മുട്ടക്കറി വേണം തോന്നുമ്പോൾ ഉണ്ടാക്കുന്നൊരു കറിയാണത്. ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ 2 ദിവസത്തേക്കുള്ളതായി. 2 ദിവസത്തേക്ക് മീൻസ് അതായത് രാവിലത്തേക്ക് ദോശയ്ക്കും ഉച്ചയ്ക്ക് ചോറിനും വൈകുന്നേരം ചപ്പാത്തി അങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ അതിനും എല്ലാത്തിനും കൂടെ നമുക്ക് ഒരു കറി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ പേസ്റ്റ് ആയിട്ട് അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ പേസ്റ്റ് ഉണ്ടല്ലോ, അരപ്പുണ്ടല്ലോ, അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഓൾറെഡി നമ്മൾ നന്നായിട്ട് വഴറ്റി പേസ്റ്റ് ചെയ്തതുകൊണ്ട് ഒരുമാതിരി പച്ചമണം പച്ചക്കുത്തൊന്നും ഉണ്ടാവില്ല. അതും ഇതിലേക്ക് നന്നായിട്ട് വഴറ്റിയിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പുളി അല്ലെങ്കിൽ അതിന് മുമ്പ് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിടാൻ നമ്മൾ ആദ്യമേ ശ്രദ്ധിച്ചിട്ടില്ല, അതുകൊണ്ട് ആവശ്യത്തിന് നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കുക. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിലേക്ക് നമ്മൾ മിക്സിയിൽ ജാറിൽ അത്യാവശ്യം മഷി പോലെ അരച്ചിട്ടുണ്ട്, അതിൽ നല്ലോണം ഔട്ടിട്ടുണ്ടാവും. അതൊക്കെ നമ്മൾ നന്നായിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇതിലേക്ക് വെള്ളം എടുത്ത് കൊടുക്കുക. നമ്മളിൽ ഒരുപാട് വെള്ളം ഒഴിക്കില്ല, നമ്മൾ അരപ്പും പിന്നെ നമ്മൾ പുളി വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത്രയും ഒഴിച്ചാൽ തന്നെ നമുക്ക് അത്യാവശ്യം കട്ടിയിട്ട്, ഇനിയിപ്പോൾ നല്ല വെള്ളം പോലെ വേണമെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. നമ്മളൊരു കുറുകിയ കറിയാണത് ഉദ്ദേശം. ആ കുറുകിയ കറിയാണ് നമുക്ക് എല്ലാറ്റിനും പറ്റുന്നുള്ളൂ. അപ്പോൾ അതിലേക്ക് നമ്മൾ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മൾ തേങ്ങ അരച്ചതും പുളിവെള്ളവും എല്ലാം കൂടി ഒഴിച്ച് അതിനുള്ള എത്രത്തോളം വെള്ളം വേണോ അത്രയും വെള്ളം മാത്രം ഇതിലേക്ക് ആവശ്യമുള്ളൂ. നമ്മൾ ഈ വെള്ളവും പുളിവെള്ളവും എല്ലാം ഒഴിച്ച ശേഷം നന്നായിട്ട് തിളയ്ക്കാനായിട്ടുള്ള സമയം കൊടുക്കുക. നന്നായി തിള വന്ന ശേഷം നമ്മൾ മുട്ട ഇട്ട് കൊടുക്കുക. നമ്മളൊരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നതിൽ മുട്ട പൊട്ടിച്ചൊഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഒരു മുട്ട പൊട്ടിച്ച് ഞാൻ ഒഴിക്കുന്നുണ്ട്. ആ പൊട്ടിച്ചൊഴിച്ചിട്ടുള്ളൊരു മുട്ടക്കറി നല്ല ടേസ്റ്റുള്ള ചോറിലൊക്കെ ഒഴിച്ച് കഴിക്കാനായിട്ട്
അങ്ങനെ ആഗ്രഹമുള്ളവർ അങ്ങനെ ഒഴിക്കാം, അല്ലാന്നുള്ളവർക്ക് അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഞാനത് ഇടുന്നുണ്ട്. അപ്പോൾ ഒരു മുട്ട കറിക്കൊരു മുട്ടൻ്റെ ടേസ്റ്റും അതിൽ നിന്ന് വെന്ത് കിട്ടുന്ന ഒരു മുട്ടയും നല്ല ടേസ്റ്റാണ്, അസാധ്യ ടേസ്റ്റാണത്. അപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. അപ്പം ഇത് എൻ്റെ മക്കൾക്ക് വളരെ ഇഷ്ടമുള്ളൊരു മുട്ടക്കറി. നമ്മൾ മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് കുട്ടികൾക്ക് ഇഷ്ടമുള്ള സംഭവമാണല്ലോ മുട്ട. അപ്പോൾ അവർക്ക് വെറൈറ്റീസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനത്തെ മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക നന്നായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ കറി തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ പണി. നമ്മുടെ മുട്ടക്കറി റെഡിയാണ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റ ബൈ ബൈ, സീ യു.